എന്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്താണ് ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ക്യാരക്ടർ ഞാൻ വില്ലനാണ്, പിന്നെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് സാധാരണ എങ്ങനെയാണല്ലോ അതൊക്കെ. പക്ഷേ നല്ല റോളാണ്, എനിക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടി. സോ ഐ ബിലീവ് ഡയറക്ടറിനും എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ. അപ്പം നിങ്ങളും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരിക്കും അടുത്ത പടങ്ങളൊക്കെ കിട്ടാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. ശരിക്കും ഒരു 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 ക്യാരക്ടർ ഒരു എയിം എന്താണ് ശരിക്കും? നായകനാവുക എന്നുള്ളതാണോ, ക്യാരക്ടർ റോളാണോ, അത് അച്ഛൻ പോയ പോലെ അതേ പാത്തിൽ തന്നെ പോവുക എന്നുള്ളതാണോ? എങ്ങനെയാണ് ഒരു അഭിനയത്തിലേക്ക് കരിയറിലൊരു എയിം എന്താണ്? ഞാൻ റോൾസ് പ്രത്യേകിച്ച് അങ്ങനെ അല്ല, ഗുഡ് ആക്ടിങ് സ്പേസ് വേണം. ഐ എം എൻ ആക്ടർ എന്നാണ്. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെയാണ് പറയുന്നത്. റോൾ പ്രിഫറൻസിൽ ചിലപ്പം ഹീറോ റോൾ ആയിരിക്കും, പക്ഷെ അത്രയും ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവത്തില്ല, കുറെ കൂടി യുനോ ടു ഷോ. ചിലപ്പം നോർമൽ ക്യാരക്ടറായിരിക്കും ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്യുന്നത്. അപ്പം ഐ എം മോർ ഓഫ് ദാറ്റ് കൈൻഡ്. ഐ എം മോർ ഓഫ് എന്താണ്, ഹൗ മച്ച് സ്പേസ്, ഹൗ മച്ച് ഐ ക്യാൻ ഇമോട്ട്, ഹൗ മച്ച് ഐ ക്യാൻ ഷോ മൈ ടാലൻറ്റ്, അതാണ് എനിക്ക് വലുത്. സോ ഹീറോ വേണം അങ്ങനത്തെ ഒന്നും ഞാൻ യുനോ ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് ഡ്രീം. പക്ഷേ നല്ല ഒരു പവർഫുൾ റോളൊക്കെ ആണെങ്കിൽ, ഇഫ് ഐ എം കേപ്പബിൾ ആൻഡ് ഇഫ് യു തിങ്ക്, ഇഫ് ദ ഡയറക്ടർ തിങ്സ് ഐ എം കേപ്പബിൾ, വൈ നോട്ട്. ഈ ഒരു രണ്ടും കൽപ്പിച്ചുള്ള വരവാണല്ലേ. കഷ്ടപ്പാടാണ് മോനെ, കഷ്ടപ്പാടാണ്. സ്റ്റെപ്പ് എടുക്കുന്നതിന് എളുപ്പം ഞാൻ ലൈറ്റ് അടിച്ചുകൊണ്ട് ക്യാമറ മുമ്പിൽ നിൽക്കുന്നതാണ്. രണ്ടും ഭയങ്കര കഷ്ടപ്പാടാണ്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ അതെൻ്റെ പ്രൊഫഷനാണ്, ഇത് പാഷനാണ്. ഇപ്പം രണ്ടും. അപ്പം അമ്മ അതാ പറയുന്നത്, ബാലൻസ് ബോത്ത്, അതർവൈസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് രണ്ടും ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത്? പ്രത്യേകിച്ച് ഡോക്ടറിന്റെ ഒരു പ്രൊഫഷൻ വന്നു കഴിയുമ്പോൾ, അതായത് ഒരു 9 to 5 ജോബ് ഓക്കെ ആണ്, പക്ഷെ ബട്ട് സ്റ്റിൽ അത് എത്രത്തോളം ബാലൻസിങ് ചെയ്യാൻ പറ്റും? 9 to 5 ജോബൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഷിഫ്റ്റാണ്, നൈറ്റ് ഈവനിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് ടൈം ഓഫ് എടുക്കണം എന്ന് വിചാരിച്ചു. ഗുഡ് ടു റിലാക്സ് ആൻഡ് ഐ എം ബ്ലെസ്ഡ് ആക്ച്വലി ടു ഗെറ്റ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. ഒന്ന് പാഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. ആൻഡ് അത് പക്ഷേ ബാലൻസിങ് നമ്മുടെ കയ്യിലാണല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമ്മളത് ചെയ്യണം. അത് ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. ഞാനത് നിർത്തിയിട്ട് ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, അതും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. പക്ഷേ ഒരു സിനിമയുടെ തിരക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അത് എത്രത്തോളം അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെച്ച് നമുക്ക് ജോലി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ ഒരു ഡേറ്റ്സ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഐ ക്യാൻ ഗോ ബാക്ക് ടു പ്രാക്ടീസ് അഗൈൻ, കം ബാക്ക്, അങ്ങനെയൊക്കെ. ഓ അങ്ങനെ എന്ന് വിചാരിക്കുന്നു, അറിഞ്ഞൂടാ, നോക്കാം, ട്രൈ ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ട്രൈ ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. ഇന്നസെന്റ് സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, എനിക്കും മുകേഷിനും ഒക്കെ എന്തും ആരുടെടുത്തും പറയാനും കഥകൾ മെനയാനുള്ള സ്വാതന്ത്ര്യം മലയാളി തന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ രണ്ടോട് ഒരുപാട് കഥ, ഇല്ലാത്ത കഥകളായിരിക്കും മിക്കതുവരെ പറയണത്. ഭയങ്കര രസകരമായിട്ട് കഥ പറഞ്ഞ് നമ്മൾ ഇരുത്തിക്കളയും. ഈ അച്ഛൻ്റെ കഥകൾ എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, തമാശക്കെങ്കിലും? എന്റെ പറ്റിയോ? അല്ല, ഏതെങ്കിലുമൊക്കെ ഒരു കഥ അച്ഛൻ പറഞ്ഞത് തിരിച്ച് പണി തരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഫണ്ണായിട്ട് ഇപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അല്ല, അച്ഛൻ്റെ കഥകൾ അറിയാമല്ലോ. ഒരു എന്താ പറയുന്ന, ഇത്രയേ നടന്നിട്ടുള്ളൂ. അതായത് ഒരു ചെറിയ ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ്റെ ഉണ്ടാക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ വോള്യൂംസ് ആണ് അതിനകത്ത്. അതിൻ്റെ ഇടയിൽ കുറേ കയറ്റുമല്ലോ അച്ഛൻ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും എനിക്ക്. അങ്ങനെ കുറേ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കും അച്ഛന്. ചിലപ്പോഴൊക്കെ ഒത്തില്ലെന്നല്ല, ചിലപ്പോഴൊക്കെ ഓക്കെ ആവും. ഒത്തില്ല തന്നെ ട്രെൻഡാണ്, ഒത്തില്ല. പുള്ളി അങ്ങനെ അതിന് ഗംഭീരമാണ് അച്ഛൻ. മമ്മി നേരെ ഓപ്പോസിറ്റും, ക്വൈറ്റ് സൈലന്റ്, അത്രയൊന്നും കഥകളൊന്നും പറയാത്ത, അത്രയും ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാത്ത ആളാണ്. അപ്പം രണ്ടിൻ്റെ മിക്സാണ് ഞാൻ. പിന്നെ സ്വാതന്ത്ര്യം അച്ഛനും ഉണ്ട്, അതുകൊണ്ട് അത്രയും കോൺഫിഡൻസോട് പറയുന്നത്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ, ഐ ഡോണ്ട് മേക്ക് ഫൺ ഓർ ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് സമൺ ഹു ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത്, ഓർ ഹീ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് മീ. അല്ലെങ്കിൽ ഞാനങ്ങനെ സംസാരിക്കത്തും കളിയാക്കത്തും കഥകളൊന്നും ഇല്ല. എനിക്ക് അച്ഛനെ പറ്റും, നമുക്ക് പറ്റത്തില്ല. അതാ ഈ ആ കഴിവെങ്കിലും സ്കൂളിൽ കോളേജിലൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറ്റേ കഥ പറഞ്ഞ് കഥ മെനയുക, അതൊക്കെ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കംഫർട്ടബിൾ ഗ്യാങ്ങിലൊക്കെ ആണെങ്കിൽ ഓഫ്കോഴ്സ് കഥ പറയാനൊക്കെ ഇഷ്ടമാണ്, തമാശ പറയാനും. നമ്മളൊരു ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഇരുന്ന് കഥകൾ പറയുക, തമാശകൾ പറയുക. ചിലപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് ഇടയിലൊക്കെ കേൾക്കും നമ്മളെ കഥകളും തമാശകളും. ആ സമയത്ത് അച്ഛൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കഥകളും ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളും
ഇതൊക്കെ ഞാൻ ഹോസ്റ്റലിലാണ് വളർന്നത് ആക്ച്വലി കൊച്ചിൻ, അറിയാം 10th സ്റ്റാൻഡേർഡ് വരെ. അപ്പം കുറച്ച് ടൈം ഉണ്ടാവും എല്ലാവരുടെ മീറ്റ് ചെയ്യാനും ജോക്സ് ഷെയർ ചെയ്യാനൊക്കെ. ആക്ച്വലി സിദ്ദിഖ് അങ്കിളുടെ മോൻ ഷഹീൻ സിദ്ദിഖ് എൻ്റെ ക്ലാസ്മേറ്റാണ്, നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് കോമൺ സ്റ്റോറീസ്. ആ സമയത്ത് അച്ഛനും സിദ്ദിഖ് അങ്കിളും കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഒരുമിച്ച്. അപ്പം പിന്നെ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കും കുറേ തമാശകളും നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയും ഹോസ്റ്റൽ മേറ്റ്സിൻ്റെ കൂടെയൊക്കെ. ഈ മുകേഷ് കഥകൾ ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ തന്നെ കഥ കേൾക്കുന്നതെന്നറിയാം. ബട്ട് സ്റ്റിൽ പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നല്ലത്. അതല്ല, ശ്രാവൺ വായിച്ചിട്ടുണ്ടോന്ന്? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല അത്രയും. കുറേ ബുക്സ് ഉണ്ട് വായിക്കാൻ അല്ലാതെ എൻ്റെ എനിക്ക് മെഡിസിൻ രീതിയിൽ. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ബുക്ക് വായിച്ചിട്ടില്ല ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഓഡിയോ ഉണ്ട്. അപ്പം അത് ഞാൻ കേൾക്കും. നല്ല തമാശകളുള്ള സ്റ്റോറീസ് ആണ്. ഭയങ്കര ഈ വീട്ടിൽ വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു, നിങ്ങളിപ്പം കൊച്ചിയിലാണെങ്കിലും ഉണ്ടെങ്കിലും ഒരുമിച്ചുള്ള സമയത്തൊക്കെ അച്ഛൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ അറിയാലോ, ഐ മീൻ ഒരു ഫോൺ കോളൊക്കെ അറിയാലോ, അന്താസുണ്ടോടാ രാത്രി. അത് അദ്ദേഹം തന്നെ സിനിമയിൽ അതെടുത്ത് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഈ നമുക്ക് നേരെ വന്നൊരു ട്രോള് തിരിച്ച് അത് വിറ്റ് കാശാക്കാന്ന് പറയില്ല, അതാണ് ചെയ്തത്. അത് തന്നെ അദ്ദേഹം സിനിമയിൽ അന്തസ് വേണടാ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഈ സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണോ ശരിക്കും വീടിനകത്ത്? 11 മണിക്ക് ശേഷം ഇതേപോലെയാണ്, സീരിയസ് ആണ്. അതിനു മുമ്പ് തമാശയും കഥ ഇതൊക്കെയാണ്. ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ വിളിയോ അല്ലെങ്കിൽ സംസാരമൊക്കെ ആണെങ്കിൽ പുള്ളി സീരിയസ് ആണ്. അപ്പം നമ്മുടെ അടുത്തൊക്കെ ചോദിക്കും അന്തസ്സുണ്ടോടാ വിളിക്കുന്നത്. കാരണം എപ്പോഴും ഈ 1.5 hours ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ എടുക്കത്തില്ല, ചിലപ്പോൾ 11 o'clock കഴിയുമ്പോൾ എടുക്കത്തില്ല, ചിലപ്പോൾ അച്ഛൻ ഉറങ്ങിക്കാണും. പക്ഷെ സംടൈംസ് എനിത്തിങ് എമർജൻസി ഞാൻ വിളിക്കും അച്ഛനെ. 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിക്കുമ്പോൾ ഹലോ ഉറങ്ങി, മോനെ പറ, അങ്ങനെ അല്ലെങ്കിൽ തെറി പറഞ്ഞില്ല അതിന് മുമ്പ് തന്നെ അച്ഛാന്ന് ഞാൻ പറയും, ഹലോ അച്ഛാന്ന് പറയും. അല്ലെങ്കിൽ നമ്പർ കാണാതെ ചിലപ്പോൾ വിളിച്ചു കളയും. അതിന് മുമ്പ് ഞാൻ ഹലോ അച്ഛാന്ന് ഞാൻ പറയും, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കൊള്ളാം. ഈ നമുക്ക് 1-2 ഫാമിലിയുടെ ഒരു, ഇപ്പം ശ്രാവണിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇപ്പൊ ബോർഡിങ്ങിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ശ്രാവൺ ബോർഡിങ്ങിലാണ് പഠിക്കുന്നതെന്ന് സരിതാണ്ടിയുടെ മുന്നേ നടന്ന ഒരു ഇഷ്യൂവിന്റെ ഒരു പ്രസ് മീറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നത് മക്കളെ ബോർഡിങ്ങിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ അച്ഛന്റെ അമ്മയുടെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ ഒരു ചൈൽഡ്ഹുഡ് പ്രത്യേകിച്ച് അത് ബാധിക്കാതിരിക്കാനാണ് ബോർഡിങ്ങിലേക്ക് മാറ്റിയെന്ന് പറയുന്നത്. അപ്പം ആസ് എ സ്റ്റാർ കിഡ് അത് ശരിക്കും പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ ശരിക്കും? ബോർഡിങ്ങിലേക്ക് മാറ്റുന്നത് ഈ ഒരു ഇഷ്യൂസും അത് പിന്നീട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ശ്രാവണിന്റെ ഒക്കെ ഒരു ടീനേജ് സമയത്തായിരിക്കും വീണ്ടും ഒരു പല പ്രസ് മീറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു. അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് എല്ലാവർക്കും അത് തന്നെയല്ലേ, നമ്മൾ ജസ്റ്റ് ഷോൺ ഔട്ട് ബിക്കോസ് അവർ പേരൻസ് ആർ സെലിബ്രിറ്റീസ്. അല്ലെങ്കിൽ എല്ലാവർക്കും അതേപോലെയാണ്. ഏത് പേരൻസിനും ഏത് ചൈൽഡിനും ദേ ഫേസ് ദ സെയിം പ്രോബ്ലം. ഈ സെപ്പറേഷൻ നല്ലതല്ലല്ലോ. സോ അത് നമ്മൾ പോർട്രേ ചെയ്ത് ബിക്കോസ് ഓഫ് സെലിബ്രിറ്റീസ് കുറെ കൂടി ആൾക്കാർ അറിയാവുന്നേ ഉള്ളൂ, അച്ഛനും അമ്മയും. പക്ഷേ ഇറ്റ് ഈസ് അത് വേറൊരു ഇതാണ്, വേറൊരു പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ ദാറ്റ് മെയ്ഡ് അസ് സ്ട്രോങ്ങർ, ഐ ബിലീവ്. മെയ്ഡ് മീ ആൻഡ് മൈ ബ്രദർ കണ്ടു വളർന്നത് നല്ലതായിരുന്നു. മീൻസ് നല്ലതെന്നല്ല, മറ്റൊരർത്ഥത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി, തീർച്ചയായിട്ടും ആക്കി. പിന്നെ രണ്ടുപേരും അവരുടെ രീതിയിൽ ട്രൈ ചെയ്തു.